Hi students, SD-ല് തേർഡ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ചെറിയൊരു പോർഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് നിങ്ങൾ പഠിച്ച ഡിസൈൻസിൻ്റെ കോമ്പിനേഷൻ ആണ് സൺഷെയ്ഡ് ആൻഡ് ഇൻഡില്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് മൊഡ്യൂൾ 4-ലോട്ടാണ് കിടക്കുന്നത്. മൊഡ്യൂൾ 4-ൽ മെയിനായിട്ട് വരുന്നത് ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസ്, ഡോഗ് ലെഗ്ഡ് ആൻഡ് ഓപ്പൺ വെല്ല്, അതുപോലെ തന്നെ കോളം ഡിസൈൻ, പിന്നെ ഫൂട്ടിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ മാത്രം. ഇതിൽ മേജർ ആയിട്ട് വരുന്നത് കോളം ഡിസൈൻ ആണ്. നമ്മൾ ഇന്ന് കോളം ഡിസൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോളം ഡിസൈൻ സ്ട്രക്ചറൽ കൺസെപ്റ്റിൽ കോളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെമ്പർ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസൈൻ ആസ്പെക്ട്സ് വളരെ കെയർ ചെയ്തിട്ട് വേണം പ്രാക്ടിക്കൽ പർപ്പസിൽ ചെയ്യാൻ. എന്നാൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോളത്തിന്റെ ഡിസൈൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്. സ്ലാബോ ചെയ്യുന്നത്ര ലെങ്തി പ്രൊസീജിയേഴ്സ് കുറവാണ്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, അതാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കോളം ഡിസൈനിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഒരു കോളം, അതിന്റെ ലോഡ് ആക്ടിങ് ബിഹേവിയർ, എങ്ങനെയാണ് ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം കോളം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ബീം പോലെയല്ല, എക്സാക്ട്ലി വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ ലോഡിംഗ് പാറ്റേൺസ് മാറി, ലോഡിങ്ങിന്റെ ഡയറക്ഷൻസ് മാറി, മെമ്പറിൽ തന്നെ നിങ്ങൾക്കറിയാം കോളം ഈസ് എ കംപ്രഷൻ മെമ്പർ അല്ലേ. അപ്പോൾ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്തൊക്കെയാണ് ലോഡിങ്ങിൽ ഒരു കോളം ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സ് കോളംസ് ഉണ്ട്, എങ്ങനെയാണ് ഡിസൈൻ പ്രൊസീജിയർ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കോളം ഈസ് ദ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ബിൽഡിംഗ് വിച്ച് ഈസ് അണ്ടർ കംപ്രസീവ് ഫോഴ്സ്. കോളം എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ മെമ്പർ ആണ്. എന്താണ് കംപ്രഷൻ, എന്താണ് ടെൻഷൻ നിങ്ങൾക്കറിയാം. കംപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ കംപ്രസീവ് ഫോഴ്സ്, ഒരു ബോഡിയെ അമർത്താൻ ശ്രമിക്കുക. ടെൻസൈൽ ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വലിക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ കോളം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ പിക്ചറിൽ നോക്കിയാൽ ഇതാണ് ഒരു കോളത്തിന്റെ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഈ കോളത്തിന് മുകളിൽ നിന്നും ലോഡ് വരുന്നതുകൊണ്ട് ഇതിനെ അമരാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് കംപ്രഷൻ മെമ്പർ എന്ന് പറയുന്നത്. കംപ്രഷൻ മെമ്പേഴ്സ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണുള്ളത്, കോളംസ് ആൻഡ് സ്ട്രട്സ്. കോളം, സ്ട്രട്ട്. കോളം യൂഷ്വലി ജനറലി പറയുന്നത് കോളത്തിന് ബിൽഡിങ്ങിലെ കമ്പോണൻസ്, നമ്മുടെ ബിൽഡിങ്ങിൽ കാണപ്പെടുന്ന കോളം ബീംസ് അല്ലെ, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ കാണപ്പെടുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് മെയിൻ ആയിട്ട് കോളംസ് എന്ന് പറയാറ്. എന്നാൽ ട്രസ്സിന്റെ കേസിൽ അല്ലെ, ട്രസ്സിലെ മെമ്പേഴ്സ് ഉണ്ട് ഒരുപാട്. നിങ്ങൾക്കറിയാം എന്താണ് ട്രസ് എന്നുള്ളത്. ട്രസ്സിൽ വരുന്ന കംപ്രഷൻ മെമ്പേഴ്സിനെയാണ് പൊതുവെ സ്ട്രട്ടുകൾ എന്ന് പറയാനുണ്ട്. എന്നാൽ ലോഡിംഗ് വൈസ് ആക്ച്വലി എന്താണ് ഒരു കോളം? ഒരു ലോഡ്, അതിൽ വരുന്ന ലോഡ് കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ആണെങ്കിൽ, ആക്സിയൽ ലോഡ് വെർട്ടിക്കൽ ആണെങ്കിൽ അതിനെ കോളം എന്ന് പറയും. ഇൻ കേസ് ആക്സിയൽ ലോഡ് അല്ലെങ്കിൽ ആ മെമ്പർ വേണമെങ്കിൽ മെമ്പർ എന്ന് പറയാം, മെമ്പർ ഇൻക്ലൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ നിൽക്കുകയാണെങ്കിൽ എന്നിട്ടും അതിൽ കംപ്രഷൻ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അതൊരു സ്ട്രട്ട് ആണ്. നിങ്ങൾക്കറിയാം ട്രസ്സുകള്, നമ്മുടെ റൂഫിംഗ് ഷീറ്റിന്റെ ട്രസ്സുകൾ ഏകദേശം ഇതുപോലെ ഒക്കെ ഉണ്ടാവും അല്ലെ. അതിൽ ഓരോ മെമ്പർ, ഓരോ സ്റ്റീൽ മെമ്പർ, ഇതിൽ വരുന്ന ആക്സിയൽ ഫോഴ്സസ് ആണ് ഒരു സ്ട്രട്ടിൽ വരുന്നത്, ഒരു ട്രസ്സിൽ വരുന്ന മെമ്പേഴ്സിലെല്ലാം വരുന്ന ആക്സിയൽ ഫോഴ്സ് ആണ്. എന്താണ് ആക്സിയൽ ഫോഴ്സ്, എന്താണ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ്, എന്താണ് ആ മെമ്പറിൽ ഡിഫറൻസ് എന്നുള്ളത് ഞാൻ സ്ലൈഡിൽ കാണിച്ചു തരാം, അടുത്ത സ്ലൈഡിൽ. ഓക്കെ. ഈ ഒരു മെമ്പർ കോളം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ ആയിട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രെസ്സിന്റെ കേസിൽ കംപ്രഷനും ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം. കംപ്രഷൻ ആക്ട് ചെയ്യുന്ന മെമ്പേഴ്സിൽ തന്നെ അതിന്റെ പൊസിഷൻ ഇൻക്ലൈൻഡ് ആവാം, ഹൊറിസോണ്ടൽ ആവാം. അതിനെയാണ് നോർമലി സ്ട്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് ആക്സിയൽ ലോഡിംഗ് കേസ്, എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡിംഗ് കേസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
ഇത് ജനറൽ ആണ്. എങ്ങനെയാണ് ഒരു ബോഡിയിൽ ആക്സിയൽ ലോഡാണ് വരുന്നത്, എപ്പോഴാണ് ട്രാൻസ്വേഴ്സ് ലോഡ് വരുന്നത്? നമുക്കറിയാം. ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇതൊരു കോളമാണ്. ഈ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ക്രോസ് സെക്ഷനിൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ സെന്ററിലാണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈ കോളത്തിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ച പോർഷൻ ആണ് അല്ലെ? ഈ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അതേ ലൈനിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്നെങ്കിൽ അത് ആക്സിയൽ ലോഡിംഗ് കേസാണ്. കോളം അതുപോലെ തന്നെ ട്രസ്സിലെ മെമ്പേഴ്സിലൊക്കെ ആക്സിയൽ ലോഡിംഗ് ആണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ പുള്ളി മീൻസ് പുള്ളിയല്ല, പുള്ളിയിലെ റോപ്പുകൾ അല്ലേ? നമ്മളെ സ്റ്റീൽ റോപ്പുകൾ, ക്രെയിനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ ക്രെയിന് വലിക്കുന്നത് സ്റ്റീൽ റോപ്പുകൾ വെച്ച്, അതിലൊക്കെ ആക്സിയൽ ഫോഴ്സുകൾ ഉണ്ടാവുന്നത്. ആക്സിയൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന കംപ്രഷൻ ആൻഡ് ടെൻഷൻ, അതിനെ ഡയറക്റ്റ് കംപ്രഷൻ ആൻഡ് ഡയറക്റ്റ് ടെൻഷൻ എന്ന് പറയും അല്ലെ? ഇനി ഒരു ബീം, തൊട്ടടുത്ത ഫിഗർ എന്ന് പറയുന്നത് ഒരു ബീമാണ്. ഒരു ബീം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ? ഈ ബീമിൽ വരുന്നത് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് എക്സാക്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ലോഡിംഗ് വരുന്നത്. ഇതിനെ ട്രാൻസ്വേഴ്സ് ലോഡിംഗ് ആക്സിസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഓഫ് ദ മെമ്പർ ആർ പെർപെൻഡിക്കുലർ അല്ലെ? എക്സാക്ട് പെർപെൻഡിക്കുലർ ആണ്. കംപ്ലീറ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് കേസിൽ അവിടെ എന്താണ്? ആക്സിയൽ ലോഡിംഗ് കേസ് അല്ല, ട്രാൻസ്വേഴ്സ് ലോഡിംഗ് ആണ്. അവിടെ ആക്ഷൻസ് മാറി. ഇവിടെ ഈ ഒരു കോളത്തിൽ ആക്ഷൻ വ്യത്യാസമാണ്. ഇതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ടൈപ്പ് ഒരു ലോഡ് വരുന്നത് കാരണം അതിനെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സുകൾ ഉണ്ടാവും. എല്ലാം നമ്മൾ ബീമിന്റെ കേസിൽ പഠിച്ചതാണ്. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള മാറ്റം. ഇനി ഒരു ബീമിൽ തന്നെ മേ ബി ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലോഡ് വരികയാണ്. പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെയാണ് പൊതുവെ. അപ്പോൾ എന്തുവരും? ഇതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവും, ഇതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇതിന്റെ ആക്സിയൽ ലോഡായി മാറി അല്ലേ? ഇതിന് ആക്സിയൽ ലോഡായി മാറി. അപ്പോൾ അവിടെ ആക്സിയൽ കംപ്രഷൻ ഉണ്ടാവും, ആക്സിയൽ ഫോഴ്സ് കാരണമുള്ള ഡിഫ്ലക്ഷൻ, കംപ്രഷൻ എല്ലാം ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് ലോഡ് കാരണമുള്ള ബെൻഡിങ്ങും അതിന് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആക്സിയൽ ലോഡിംഗ് ആൻഡ് ട്രാൻസ്വേഴ്സ് ലോഡിംഗ്. ഈ കോളം ഇതിൽ വരുന്ന ഫോഴ്സുകളെല്ലാം ആക്സിയൽ ഫോഴ്സുകളാണ്. എന്നാൽ കോളത്തിൽ ബെൻഡിങ് കേസുകളും വരാം. അത് നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ആക്സിയൽ ഫോഴ്സുകളാണ് കംപ്രഷൻ മെമ്പേഴ്സിൽ വരുന്നത്. മെയിൻ ആയിട്ട് ട്രസ്സിലെ മെമ്പേഴ്സിൽ അവിടെ ടെൻഷനും കംപ്രഷനും വരാം. ആക്സിയൽ ഫോഴ്സിൽ ടെൻഷനും കംപ്രഷനും വരാം. ട്രസ്സിലെ കംപ്രഷൻ മെമ്പറിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കോളമാണ്. കോളം എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. നമുക്കറിയാം ട്രാൻസ്ഫേഴ്സ് ലോഡ് ഫ്രം ബീം ടു ഫൂട്ടിംഗ്. ട്രാൻസ്ഫർ ലോഡ് ഫ്രം ബീം ടു ഫൂട്ടിംഗ്. ഇനി ഒരു കോളത്തിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഈ ഫിഗർ നോക്കിയാൽ കാണാം, നേരെ വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ടുള്ള ബാറുകളാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ്. ലാറ്ററൽ ആയിട്ട് കൊടുത്തുള്ള റിംഗ് എന്ന് നമ്മുടെ നാട്ടിൽ നോർമലി പറയും, അല്ലെങ്കിൽ ലിങ്ക്സ്, ടൈസ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ? അതിനൊക്കെയാണ് ഈ ഒരു റിങ്, അതിനെയാണ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ്. എന്തിനാണ് കോളം ഒരു കംപ്രഷൻ ആണ്, കംപ്രസീവ് ഫോഴ്സ് ആണ് കോളത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. കംപ്രസീവ് ഫോഴ്സ് ആണ്. പിന്നെ എന്തുകൊണ്ട് കോൺക്രീറ്റ് മാത്രം പോരെ? എന്തുകൊണ്ട് സ്റ്റീൽ കൊടുത്തു? കോൺക്രീറ്റ് ഈസ് ഗുഡ് ഇൻ കംപ്രഷൻ, വീക്ക് ഇൻ ടെൻഷൻ എന്നാണ്. ടെൻസൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നില്ല. ആക്ച്വലി പ്യൂർ ആയിട്ട് ഒരു കോളത്തിൽ നമുക്കറിയാം അത് ലോഡ് വരുമ്പോൾ കംപ്രസീവ് ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നു? ഈവൻ ദ കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ, ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് അസിസ്റ്റ് ഇൻ ക്യാരിയിങ് ഡയറക്റ്റ് ലോഡ്. നമ്മൾ ഈ ലോഡിനെ ക്യാരി ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റുകൾ അസിസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സ്റ്റീല് ടെൻഷന് മാത്രമല്ല കംപ്രഷനും ഗുഡാണ്. നമുക്ക് കോൺക്രീറ്റ് മാത്രം കോൺക്രീറ്റിന് എത്രയോ അധികം കംപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റീലിന് എടുക്കാൻ പറ്റും. അപ്പൊ പ്യുവർ ആയിട്ട് കോൺക്രീറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കോളത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സൈസ് റെഡ്യൂസ് ചെയ്യാനും മാത്രമല്ല അതിന് ഒരു ഡക്റ്റൈൽ നാച്ചർ കൊടുക്കാനും വേണ്ടിയിട്ടാണ്
കോളത്തിന് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. തിയററ്റിക്കലി സ്പീക്കിംഗ് കോളം ഈസ് പ്യൂർലി കംപ്രസീവ് എന്നാ പറയുന്നത്. നാച്ചുറലി അങ്ങനെ അല്ല, കാരണം ലോഡിംഗ് കേസുകൾ മാറാം. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യില്ല, കോളത്തിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യകത ഇല്ലല്ല തിയറി പറയുകയാണെങ്കിൽ. പക്ഷെ എല്ലായിടത്തും പ്രൊവൈഡ് എന്തുകൊണ്ടാണ്? നമുക്ക് കോളത്തിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യണം, അതിന് ഡക്റ്റൈൽ നാച്ചർ കൊടുക്കും. എന്താണ് ഡക്റ്റൈൽ നാച്ചർ? ഡക്റ്റൈൽ നാച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിഞ്ഞിട്ടേ പൊട്ടുള്ളൂ അല്ലെ, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഒരു സാധനത്തിന് എന്തെങ്കിലും ഓവർലോഡിങ് വന്നു കഴിഞ്ഞാൽ വലിഞ്ഞിട്ട് കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് അല്ലെ, നമ്മളൊരു കമ്പി വളക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കമ്പി വളക്കുമ്പോൾ അത് വളഞ്ഞ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടുള്ളൂ. എന്നാൽ ഒരു ചോക്ക് പീസ് പൊട്ടിക്കുമ്പോഴോ പെട്ടെന്ന് പൊട്ടും അല്ലെ. ചോക്ക് പീസ് ഇസ് ബ്രിട്ടൈൽ, അത് ബ്രിട്ടിലാണ്, മറ്റേത് ഡക്റ്റൈൽ ആണ്. അപ്പോൾ ഒരു ഡക്റ്റൈൽ നാച്ചർ ഉണ്ടാവും. നേരെ മറിച്ച് ഫുൾ കോൺക്രീറ്റ് മാത്രമാണ് വരുന്നതെങ്കിൽ, ഇൻ കേസ് നമ്മൾ പറയുന്നു വെർട്ടിക്കൽ ലോഡ് മാത്രമേ വരുന്നുള്ളൂ എന്ന രീതിയിൽ ഫുൾ കോൺക്രീറ്റ് വെച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, മേ ബി ഒരു ഹെവി വിൻഡ് വന്നു, അല്ലെങ്കിൽ ഒരു ഹെവി എർത്ത് വന്നു, ഇത് സഡൻ അങ്ങോട്ട് ഫെയിൽ ആവും. ഫെയിൽ ആവുന്ന മാത്രമല്ല, പ്യുവർ കോൺക്രീറ്റ് മാത്രം ആയത് കാരണം എന്താവും, ബ്രിട്ടിൽ നാച്ചർ ആണ്, കംപ്ലീറ്റ് സ്ട്രക്ചർ കൊളാപ്സ് ആയി പോകും റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അതിനാണ് ആ ഒരു ഡക്റ്റൈൽ നാച്ചർ. ഇനിയിപ്പം ലാറ്ററൽ ലോഡിംഗ് വന്നു, റീഇൻഫോഴ്സ്മെന്റ് ഉള്ളത് കാരണം എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇത് ഡക്റ്റൈൽ ആയിട്ട് ഒന്ന് ബെൻഡ് ആവും, അത്രേ ഉള്ളൂ. വല്ലാതെ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫെയിലിയർ ഉണ്ടാവില്ല. നമുക്കൊരു നോട്ടീസ് പീരീഡ് കിട്ടും അല്ലെ, നമുക്ക് ഫെയിൽ ആവുന്നുണ്ട്, നമുക്ക് അവിടുന്ന് സേഫ് ആയിട്ട് മാറണം, ആ ബിൽഡിങ്ങിൽ ആളുകൾ ഒക്യുപ്പൈ ചെയ്യരുതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടാണ് എല്ലാ സ്ട്രക്ചറുകളും ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ റീസണും ഇത് തന്നെയാണ്, ഡക്റ്റൈൽ നാച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ് മേ ബി ലിങ്ക്സ്, ഹുക്സ് ഓർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ലിങ്ക്സ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണപ്പെടുന്ന റിങ്ങുകളാണ്. ഹുക്സ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും, ഇത്തരം ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുകയാണ്, നാലിൽ കൂടുതൽ ഉണ്ടാവുകയാണ്, ഇതിന്റെ മിഡിലായിട്ട് 2 റീഇൻഫോഴ്സ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ അതിന് ഹുക്സ് പ്രൊവൈഡ് ചെയ്യും. ഹുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഹുക്സുകളും ഇതിന് ലിങ്ക്സിന് അഡീഷണൽ ആയിട്ട് ഹുക്സുകളും പ്രൊവൈഡ് ചെയ്യും. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് പൈലിന്റെ കേസിലാണ് യൂസ് ചെയ്യാറ്. കോളത്തിലും ചില റൗണ്ട് കോളത്തിനും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് റാപ്പ് ചെയ്ത് നമ്മുടെ ഹെലിക്സ് പോലെ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകുന്നതിനാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് കണ്ടില്ലേ, ഇങ്ങനെ ഇതിനെ ചുറ്റി പോകുന്ന രീതിയിൽ അതിന് പിച്ചും അതിന്റെ ഡയമീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിനെയാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കോളം മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ മേജർ ആയിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെയിൻലി 2 ടൈപ്സ്, നോർമലി ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. എന്താണ് ലോങ് കോളം, എന്താണ് ഷോർട്ട് കോളം? ലോങ് കോളത്തിന് സ്ലണ്ടർ കോളംസ് എന്നും പറയാറുണ്ട്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദെയർ സ്ലണ്ടർനെസ് റേഷ്യോ. എന്താണ് സ്ലണ്ടർനെസ് റേഷ്യോ? സ്ലണ്ടർനെസ് എന്നുള്ള വേർഡ് തന്നെ കിട്ടുന്നത് എത്രത്തോളം അല്ലെ, ലെങ്തി ആണ്, തിൻ ആൻഡ് ലെങ്തി. അതാണ് സ്ലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര നീളം കൂടുതലാണ്, വണ്ണം കുറവാണ് അല്ലെ, അത്തരം സാധനം സ്ലണ്ടർ മെമ്പർ എന്ന് പറയുന്നത്. സ്ലണ്ടർനെസ് റേഷ്യോ എത്രത്തോളം ആ ഒരു നീളം കൂടുതലും വണ്ണം കുറവും എത്രത്തോളം ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ആൻഡ് ലോങ് കോളംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ലണ്ടർനെസ് റേഷ്യോ? Usually denoted as lambda. Lambda equals effective length of column by least lateral dimension. നമ്മൾ എഫക്റ്റീവ് സ്പാൻ പറയുന്ന പോലെ തന്നെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം. എഫക്റ്റീവ് ലെങ്ത്തിന്റെ കേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി നിങ്ങൾ ഇപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ലെങ്ത് ഓഫ് കോളം, 2 സപ്പോർട്ടുകൾ, ഇപ്പോ 2 ഫ്ലോർ ഉണ്ട്, 2 ഫ്ലോറുകളുടെ ഇടയിലുള്ള കോളത്തിന്റെ ലെങ്ത്, ഇതിനെയാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം എന്ന് പറയുന്നത്. ഇനി ഇതിലെ സപ്പോർട്ട് കണ്ടീഷൻസ് മാറിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോളം, എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം മാറും. അത് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ മേ ബി ഇത് കോളം സ്ക്വയർ ആയിരിക്കാം ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആയിരിക്കാം. ഇപ്പൊ റെക്ടാങ്കുലർ ആണെന്ന് വിചാരിക്കാം, ഇതൊരു 30, ഇതൊരു 50 ആണെന്ന് വിചാരിക്കാം. ഇതിലെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 30 എടുത്ത് അല്ലെ,
ഇതാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈ കേസിൽ. അപ്പോൾ സ്ലണ്ടർനെസ് റേഷ്യോ ഇസ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ഇനി സ്ലണ്ടർനെസ് റേഷ്യോ വെച്ചിട്ട് എങ്ങനെയാണ് കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. IS 456 പറയുന്നത് ലാംഡയുടെ വാല്യൂ 3നേക്കാൾ കൂടുതലുള്ള കേസുകളെ മാത്രമേ എന്ത് കോളം എന്ന് പറയാറുള്ളൂ. ലാംഡ 3ഓ 3ൽ കുറവോ ആയ കോളത്തിന് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പെഡസ്റ്റൽ. ആക്ച്വലി പെഡസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ പെഡസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ടിങ്ങിന് തൊട്ടു മുകളിൽ വരുന്ന കോളത്തിനെയാണ് നോർമലി പെഡസ്റ്റൽ എന്ന് പറയാറുള്ളത്. അതിൽ കോളമും വരാം ലെങ്ത് കൂടുതലുള്ള അല്ലെങ്കിൽ ലാംഡ കൂടുതൽ 3നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ കോളമായി. ചില കേസ് ഫോർ എക്സാമ്പിൾ നല്ല ഹാർഡ് ആയിട്ടുള്ള സ്ട്രാറ്റയാണ്, നല്ല ഹാർഡ് ആയിട്ടുള്ള റോക്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം. വലിയ ഹെവിയോ സ്ട്രക്ചർ ഒന്നല്ല, ചെറിയൊരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഫൂട്ടിങ് അധികം ഡെപ്ത് എടുക്കേണ്ട ഉണ്ടാവില്ല. നല്ല ഹാർഡ് ആയിട്ടുള്ള റോക്കാണ്. അപ്പോൾ ഫൂട്ടിങ് വളരെ കുറഞ്ഞ ഡെപ്ത് എടുത്താൽ മതി. അപ്പോൾ ഫൂട്ടിങ്ങിന്റെ ടോപ്പിൽ നിന്നും തൊട്ടടുത്ത പ്ലിന്ത് ബീം, അടുത്ത് വരുന്ന പ്ലിന്ത് ബീമല്ല, പ്ലിന്ത് ബീമിലോട്ട് വളരെ കുറഞ്ഞ ലെങ്ത് ഉള്ളെങ്കിൽ അവിടെ ചെറിയൊരു കുട്ടിക്കോളം, നമ്മൾ നോർമൽ പറയാണ് കുട്ടിക്കോളം എന്ന് പറയും, ഡമ്മി കോളം എന്ന് പറയുന്നവരുണ്ട്. എക്സാക്ട് മീനിങ് പെഡസ്റ്റൽ ആണ്. പെഡസ്റ്റൽ പ്രൊവൈഡ് ചെയ്യും. ഇത്തരം കോളത്തിനെയാണ് പെഡസ്റ്റൽ എന്ന് പറയുന്നത്. ഇവയുടെ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3 അല്ലെങ്കിൽ 3നേക്കാളും കുറവ്. ഇനി ലാംഡയുടെ വാല്യൂ, സ്ലണ്ടർനെസ് റേഷ്യോ, എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3നും 12നും ഇടയിലാണെങ്കിൽ അത്തരം കോളത്തിനെയാണ് ഷോർട്ട് കോളം എന്ന് പറയപ്പെടുന്നത്. ഷോർട്ട് കോളം. ഇനി ലാംഡയുടെ വാല്യൂ 12നേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ ലോങ് കോളം ഓർ സ്ലെൻഡർ കോളം എന്ന് പറയും. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ വാല്യൂ എല്ലാം പറഞ്ഞിട്ടുള്ളത് കോൺക്രീറ്റ് കോളത്തിനാണ്. ഇനി നിങ്ങൾ സ്റ്റീലിന്റെ ഡിസൈനും കാര്യങ്ങളും അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. അവിടെ ലാംഡയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാകും. ഇത് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് മാറുന്ന ഒരു സംഭവമാണ് സ്ലണ്ടർനെസ് റേഷ്യോ. അപ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് കോൺക്രീറ്റ് കോളംസ്, റീൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് കോളത്തിന്റെ കേസിലാണ് ഈ വാല്യൂകൾ. ഓക്കെ, അപ്പൊ ലാംഡ 3നും 12നും ഇടയിലാണെങ്കിൽ ഷോർട്ട് കോളം, ലാംഡ ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ ലോങ് കോളം ഓർ സ്ലെൻഡർ കോളം. ഇനി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവയുടെ ആക്ഷൻ എന്താണ് അല്ലെ? ഷോർട്ട് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഹാവിംഗ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇനി ചില കേസുകളിൽ IS 456 പ്രകാരം ലാംഡ 3നേക്കാളും കൂടുതൽ 3ക്ക് മുകളിലും 12 വരെ ആണ് ഷോർട്ട് കോളം. ചില പുസ്തകങ്ങളിലൊക്കെ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 തന്നെ ഷോർട്ട് കോളം ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത് പ്രോബ്ലം ഇല്ല, പെഡസ്റ്റൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാറില്ല. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ഷോർട്ട് കോളം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാറ്. ഇനി ഷോർട്ട് കോളം ജനറലി ഫെയിൽസ് ബൈ ക്രഷിംഗ്. എന്താണ് ക്രഷിംഗ് എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇനി ലോങ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിംഗ് ലാംഡ ഗ്രേറ്റർ ദാൻ 12, ഹാവിംഗ് സ്ലണ്ടർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 12. ദേ ഫെയിൽസ് ജനറലി ബൈ ബക്ലിംഗ്. അത് ഫെയിൽ ചെയ്യുന്നത് ബക്ലിംഗ്. ഇവയുടെ രണ്ടിന്റെയും ആക്ഷൻ വൈസ് ആണ് ഇതിൽ വ്യത്യാസം. എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷോർട്ട് കോളം, എന്താണ് ലോങ് കോളം? ഷോർട്ട് കോളത്തിന്റെ ലോഡിംഗ് വരുമ്പോൾ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്? നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഒരു വാട്ടർ ബോട്ടിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ ചെറിയ ഇല്ലേ, അതൊന്ന് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചെറിയ പേന കൺസിഡർ ചെയ്യാം, ചെറിയൊരു പേന. ഈ പേനയുടെ നിങ്ങൾ 2 കൈക്കുള്ളിലാക്കി വെർട്ടിക്കലായിട്ട് നിർത്തിയിട്ട് ഒതുക്കിയിട്ട് നിങ്ങൾ അമർത്താൻ ശ്രമിക്കുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ അത് ഇപ്പം ക്യൂബ് പൊട്ടിക്കുന്ന മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് വെച്ചിട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കുക, ചെറിയൊരു ലോഡി കൊടുത്തിട്ട്. അതെന്താ ചെയ്യാം? ക്രഷ് ചെയ്ത് പോവുക ചെയ്യാം. അതൊരിക്കലും ബെൻഡ് ആവില്ല അല്ലെ, എന്നിട്ട് പൊട്ടി പോവുക ചെയ്യാം. അതിങ്ങോട്ട് അമർന്നു പോകും. കാരണം എന്താ? അതിന് ലെങ്ത് വൈസ് കുറയില്ല.
എന്നാൽ നിങ്ങളൊരു ഒരു കെയിൻ അതല്ലെങ്കിൽ ഒരു ചൂരൽ വടി ആണ് വിചാരിക്കുക. നീളമുള്ള ഒരു ചൂരൽ വടി അല്ലേ? അതിന്റെ രണ്ട് എൻഡിലും നിങ്ങൾ കൈക്കകത്താക്കി പിടിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഒരു സൈഡിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബെൻഡ് ആവും അതിന്റെ സെന്റർ പോർഷൻ. ഇത് തന്നെയാണ് ബക്ലിങ്ങും ക്രഷിങ്ങും. രണ്ടാമത്തെ കേസ് ചൂരലിന്റെ കേസ് സംഭവിച്ചത് ബക്ലിംഗ് ആണ്. എന്നാൽ നിങ്ങൾ ചെറിയ പേനയുടെ കേസ് സംഭവിച്ചത് ക്രഷിംഗ് ആണ്. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്രഷിംഗ് ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ബക്ലിംഗ് ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഈ ഒരു ലോഡ് ഇതൊരു ഷോർട്ട് കോൾ ആണ്. ഇത് ഫെയിൽ ചെയ്യുന്നത് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടാണ് ഫെയിൽ ചെയ്യുക. ഇത്തരം ഫെയിലിയറുകൾ അഡീക്വറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് താങ്ങാവുന്നതിലപ്പുറം ലോഡ് അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഡിസൈനിലെ ഫെയിലിയർ കാരണമാണ് ഇത്തരം ക്രഷിംഗ് ഫെയിലിയറുകൾ ഉണ്ടാകുന്നത്. ഇനി ലോങ് കോളം ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ലോഡ് വരുമ്പോൾ അത് സൈഡിലോട്ട് ബക്കിൾ ചെയ്യാനാണ് ശ്രമിക്കുക. ലോങ് കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ് ആൻഡ് ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ്. ഇനി ഇവിടെ ഒരു കേസ് പറയാനുള്ളത്, ഇവിടെ ജനറലി ഫെയിൽസ് ബൈ ക്രഷിംഗ്, ജനറലി ഫെയിൽസ് ബൈ ബക്ലിംഗ് എന്നേ പറയുന്നുള്ളൂ. ലോങ് കോളം ബക്ലിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്നില്ല. അതിൽ മേജർ ആയിട്ട് ഫെയിലിയർ നടക്കുന്നത് ബക്ലിംഗ് ആണ്. അതിൽ ക്രഷിംഗും ഒരു പരിധി വരെ ഉണ്ടാവാം. തിരിച്ചുമാണ് തന്നെ. ഷോർട്ട് കോളത്തിൽ ബക്ലിംഗ് സംഭവിക്കില്ല എന്നില്ല. അവിടെ ബക്ലിംഗ് ഫെയിലിയർ ക്രഷിംഗ് ഫെയിലിയർ ആണ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നർത്ഥം. അല്ലാണ്ട് അതിൽ തീരെ ബക്ലിംഗ് ഇല്ല എന്നുള്ള അർത്ഥം ഇല്ല. ഇനി ഒരു കോളത്തിലെ റീഇൻഫോഴ്സ്മെന്റുകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞു മെയിൻ ബാർസ് ആയിട്ട്, മെയിൻ ബാർസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ഷെയർ ദ വെർട്ടിക്കൽ കംപ്രസീവ് ലോഡ്. ആ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന കംപ്രസീവ് ലോഡിന്റെ ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞു, thereby reducing the overall size of the column. ആ സ്റ്റീല് വരുന്ന കംപ്രസീവ് ഫോഴ്സിലെ ഒരു മേജർ പോർഷൻ അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺക്രീറ്റ് ഏരിയ കുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈസ് ഓഫ് ദ കോളം കുറക്കാൻ പറ്റും. ടു റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് കോസ് ഇൻ കോളം ഡ്യൂ ടു. ഇനി കംപ്രസീവ് സ്ട്രെസ്സുകൾ മാത്രമല്ല ഞാൻ പറഞ്ഞു ഉണ്ടാവുന്നത്. ആക്സിയലി ലോഡ് കൊടുക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെസ്സുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു അല്ല എർത്തിക്യൂക്കോ വിൻഡോ ഒക്കെ കാരണം എന്ത് ചെയ്യാം, അതില് ടെൻസൈൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യാം അല്ലെ? അപ്പോ എങ്ങനെയൊക്കെയാണ് ഒരു കോളത്തിൽ ടെൻസൈൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്? അതിലൊന്ന് എക്സെൻട്രിക് ലോഡ്, പിന്നെ മൊമെന്റ്, ട്രാൻസ്വേഴ്സ് ലോഡ്. ഈ കേസുകൾ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. എന്താണ് എക്സെൻട്രിക് ലോഡ്, എന്താണ് മൊമെന്റ്, എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡ്, എങ്ങനെയാണ് അപ്പോൾ ടെൻസൈൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇതിന്റെ ഫംഗ്ഷൻ തന്നെ. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് എഫക്ട് ഓഫ് ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിംഗ്. ക്രീപ്പിന്റെയും ശ്രിങ്കേജിന്റെയും എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ്? ക്രീപ്പ് എന്ന് പറയുന്നത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അയ കെട്ടില്ലേ, അയൽ എന്ന് പറയും നമ്മുടെ നാട്ടുകാര്, അയൽ കെട്ടുക. നിങ്ങൾ വലിച്ച് നീട്ടിയിട്ട് ഒരു കമ്പിയോ അല്ലെങ്കിൽ ചെറിയ കമ്പിയൊക്കെ കൊണ്ട് കെട്ടും, അല്ലെങ്കിൽ കയറ്. കുറെ കാലം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പി കൊണ്ടാ കെട്ടിന്ന് വരിക. കുറെ കാലം അതിലിങ്ങനെ ഉപയോഗിച്ച് അതിങ്ങനെ വളയാൻ തുടങ്ങും അല്ലെ, ജസ്റ്റ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ഫിനോമിനയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. സസ്റ്റൈൻഡ് ആയിട്ട് ലോഡിങ് കാരണം, ഒരുപാട് കാലം ലോഡ് ചെയ്തത് കാരണം അതിന്റെ ലെങ്ത്തിൽ ഒരു ഇൻക്രീസ്, അതിനെയാണ് ക്രീപ്പ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ക്രീപ്പ്. ഇനി എന്താണ് ശ്രിങ്കേജ്? ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ വേർഡ് ഇറ്റ് ശ്രിങ്ക് ചെയ്യും. അതായത് കോൺക്രീറ്റിന്റെ ഒരു നേച്ചർ, നിങ്ങൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് അഡീക്വറ്റ് ആയിട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം, ക്യൂറിങ് ചെയ്തിട്ടില്ല, ക്യൂറിങ് നിങ്ങൾ വിട്ടുപോയി. അങ്ങനെ ആവുമ്പോൾ കോൺക്രീറ്റിന്റെ അകത്തുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. കാരണം കോൺക്രീറ്റിലെ ഹെവി ഹൈഡ്രേഷൻ, ഹെവി ആയിട്ട് അവിടെ ഹീറ്റ് പുറന്തള്ളപ്പെടും അല്ലെ?
കോൺക്രീറ്റിന്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് പുറന്തള്ളപ്പെടും. അത് കാരണം അതിനകത്തുള്ള വാട്ടർ എല്ലാം പുറത്തു വന്ന് ഇവാപ്പറേറ്റ് ആയി പോകും. അപ്പോ കോൺക്രീറ്റ് ഒന്ന് ചുരുങ്ങും. ആ വോയിഡിലേക്ക് കോൺക്രീറ്റ് ചുരുങ്ങാൻ ശ്രമിക്കും. ആക്ച്വലി അതാണ് ശ്രിങ്കേജ്. ശ്രിങ്കേജ് കാരണം ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യും. അതെന്ന് പറയുന്നത് മേജർ ആയിട്ട് ഫെയിലിയറിന് കാരണമാകും. സർവീസ് കണ്ടീഷനിൽ അതൊരു വലിയ ഫെയിലിയറിന് കാരണമാകും. അതാണ് ശ്രിങ്കേജ്. അപ്പൊ എന്താണ് ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ്? ക്രീപ്പ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈൻഡ് ആയിട്ട് ലോഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ, ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലെ? അത് തന്നെയാണ് ക്രീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രീപ്പ് സസ്റ്റൈൻഡ് ആയിട്ട് കുറെ കാലം ലോഡിങ് വെച്ചത് കാരണം ഉണ്ടാകുന്ന ചേഞ്ച്. ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നു അല്ലെ? ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ടെൻസൈൽ സ്ട്രെസ്സസ് എങ്ങനെയൊക്കെ ഒരു കോളത്തിൽ ഡെവലപ്പ് ചെയ്യും. എന്താണ് എക്സെൻട്രിക് ലോഡിംഗ്, എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡിംഗ്, എന്താണ് മൊമെന്റ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കാണാൻ പറ്റും, ഈ ഒരു കോളത്തിലെ ക്രോസ് സെക്ഷനിൽ എക്സാക്ട് സെന്ററിലാണ് ഇവിടെ ലോഡ് വന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഈ ക്രോസ് സെക്ഷനിൽ നിങ്ങൾ ഈ ഒരു ക്രോസ് സെക്ഷനെ എൻഹാൻസ് ചെയ്ത് കാണിച്ചതാണ് ഇത്. കറക്റ്റ് സെന്റർ പോയിന്റിലാണ് ലോഡ് വന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? തെന്നുന്നില്ല അല്ലെ? ഈ ഒരു കേസിൽ അവിടെ കംപ്രസീവ് ഫോഴ്സ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കോളത്തിന്റെ കറക്റ്റ് സെന്ററിൽ മാത്രമേ ലോഡ് വരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് ഒരു ഫ്രെയിംഡ് കൺസ്ട്രക്ഷനിൽ ഒരു എൻഡിലാണ് ഒരു കോളം വരുന്നത് വിചാരിക്കുക. ഒരു എൻഡിലെ കോളം, ഒരു മിഡിലിൽ ഒരു കോളം ഉണ്ട്, ഒരു എൻഡിൽ ഒരു കോളം ഉണ്ട്. അത് ബിൽഡിങ്ങിന്റെ മിഡിൽ. ബിൽഡിങ്ങിന്റെ എൻഡിൽ വരുന്ന കോളത്തിൽ ഉണ്ടാവുന്ന അതേ ലോഡിംഗ് പാറ്റേൺ ആയിരിക്കും മിഡിലിൽ? അല്ല, മിഡിലിൽ വരും. നമുക്ക് ജനറലി പറയാം അതിന്റെ സെന്റർ തന്നെ ആയിരിക്കും ലോഡ് വരുന്നതെന്ന് വിചാരിക്കാം. എൻഡിൽ വരുന്നത് അതിന്റെ ലെഫ്റ്റ് എൻഡിലോട്ടാണ് ബിൽഡിംഗ് എങ്കിൽ ആ ലെഫ്റ്റ് എൻഡിലോട്ട് കൂടുതൽ എന്ത് ചെയ്യാം? ലോഡിംഗ് വരാം. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇവിടെ എക്സെൻട്രിക് ആയിട്ട്, കാരണം സെൻട്രലല്ല, ഒന്ന് മാറിയിട്ടാണ് ഇവിടെ ലോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അങ്ങനെ എൻഡിൽ വരുന്ന കോളത്തിന് ഈ ഒരു എഫക്റ്റ് ഉണ്ടാകും. കാരണം ഈ ഒരു കോളം എൻഡിലാണെന്ന് വിചാരിക്കുക, ഇങ്ങോട്ടാണ് ബിൽഡിംഗ് എന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി ചിലപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും അതിന്റെ ലോഡിങ് കൂടുതൽ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ ആയിരിക്കും. അത്തരം കേസുകളിലാണ് എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു എക്സെൻട്രിക് ലോഡിംഗ് കാരണം അവിടെ ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് one minute. എക്സെൻട്രിക് ലോഡിംഗ് കാരണം എങ്ങനെയാണ് ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു ലോഡ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം, പി എന്ന ലോഡ്. വേറൊരു കേസിൽ നമുക്ക് ഇതാണ് പോയിന്റ്, കുറച്ച് മാറിയിട്ടാണ് ഒരു പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് ഇ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതിന്റെ ഒരു സെന്റർ എന്ന് വിചാരിക്കും. നമുക്ക് ഈ ലോഡിനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ലോഡും എഫക്റ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ ഒരു പോയിന്റ് ഞാനിവിടെ ഒരു ലോഡ് പി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു പി എന്ന ലോഡ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഒരു പി ഓൾറെഡി ഇവിടെ വരുന്ന ലോഡ് ഉണ്ട്,
ഇവിടെ ഇ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു കേസ് മാറിയിട്ടൊന്നുമില്ലല്ലോ, കാരണം പി ഇ തന്നെയാണ്. ഞാൻ വെറുതെ പിയും ഒരു അപ്വേർഡ് പിയും ഈ ഒരു പോയിന്റിൽ ഒരു ഡൗൺവേർഡ് പിയും ജസ്റ്റ് എക്സ്ട്രാ പ്രൊവൈഡ് എന്ന് മാത്രം. നെറ്റ് എഫക്റ്റ് 0 ആണ്. ഈ ഒരു ഫിഗറിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. കാരണം ഈ ഒരു പി എന്നുള്ള ലോഡ് ഇങ്ങോട്ടും പി എന്നുള്ള ലോഡ് ഇങ്ങോട്ടും ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇ എന്ന് പറയുന്ന ഒരു കപ്പിൾ ഫോം ചെയ്തു അല്ലേ? ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് അപ്പാർട്ട് അല്ലേ? അതാണ് കപ്പിൾ. ഈ കപ്പിൾ എന്ന് പറയുന്നത് കാരണം ജസ്റ്റ് തിങ്ക് ചെയ്ത് തന്നെ കിട്ടും. ഇതൊരു മൊമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ? ഇതിങ്ങനെ ഈ ഒരു പീനെ കൺസിഡർ ചെയ്യുന്നില്ല, ഈ രണ്ട് പിയും മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു കപ്പിളാണ്. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ ഇവിടെ ഒരു കപ്പിളായിട്ട് ഈ ഒരു നെറ്റ് സിസ്റ്റത്തിന് ഒരു മൊമെന്റ് പി ഇൻറ്റു ഇ എന്നുള്ള മൊമെന്റ് ആയിട്ട് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യും. ഇനി അപ്പോ പി ഇൻറ്റു ഇ എന്നുള്ള ലോഡ് മൊമെന്റ്. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ള പിയും കൂടെ ഉണ്ട്. അപ്പോ ഈ സെൻട്രൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പി എന്ന ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇ എന്നതിനെ നമുക്ക് സെൻട്രലിലോട്ട് ഒരു ലോഡും പിയും ഒരു മൊമെന്റ് പി ഇൻറ്റു ഇയുമായിട്ട് മാറ്റി എഴുതാം അല്ലെ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പൊ ഒരു കോളത്തിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കരുത്, കോളത്തിന്റെ സെന്റർ പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ ആക്ച്വലി എങ്ങനെയാണ് കോളത്തിന്റെ സെന്ററിൽ നിന്നും മാറിയിട്ട് ഒരു പി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇ. ഞാൻ ഈ പിക്ചറിനെ ഒന്ന് മാറ്റി വരച്ചു. സെൻട്രലിൽ ഒരു വെർട്ടിക്കൽ ലോഡ് പി വെർട്ടിക്കൽ ലോഡ് പിയും ഒരു അപ്വേർഡ് ലോഡും വെർട്ടിക്കൽ ഡൗൺലോഡ് ലോഡ് പിയും ഞാൻ ഇവിടെ വരച്ചു. അപ്പോൾ നെറ്റ് എഫക്ട് സെയിം തന്നെയാണ്, 0 ആണ്. ഇതിനെ ഈ രണ്ട് ലോഡിനെ ഈ പിനെയും ഈ പിനെയും കപ്പിളായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെ പി ഇൻറ്റു ഇ ആയിട്ട് ഈ സെൻട്രൽ പോയിന്റിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഒരു ലോഡിനെ, ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഒരു ലോഡിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോഡും അവിടെ മൊമെന്റും ആയിട്ട് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. അതിന്റെ നെറ്റ് എഫക്ട് എന്താണ്? മൊമെന്റ് ആണ്. ഇതിലെ ഇതാണ് എക്സെൻട്രിക് ലോഡിങ്ങിന്റെ കേസ് വരുന്നത്. എക്സെൻട്രിക് ലോഡിങ് വരുമ്പോൾ നമുക്ക് ഒരു കോളത്തില്, ഈ ഒരു കോളത്തില് നിങ്ങൾ നോക്കിയാൽ അറിയാം, എക്സെൻട്രിക് ആയിട്ട് ലോഡിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ സെൻട്രൽ ലോഡും ഒരു മൊമെന്റ് വരും. ഈ ഒരു മൊമെന്റ് കാരണം ഇതിനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലെ? ഈ കോളം ഇങ്ങനെ, ആസ് ഇൻ ദ കേസ് ഓഫ് എ ബീം, നമുക്കൊരു ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ ബെൻഡിങ് ഡെവലപ്പ് ചെയ്ത കാരണം അതിൽ എന്ത് ഉണ്ടാവും, ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് എക്സെൻട്രിക് ലോഡിങ് കാരണം ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ ഒരു കോളത്തിന്റെ തലക്കിൽ നമ്മൾ ലോഡ് എടുക്കുകയാണെങ്കിൽ അല്ലെ, സെൻട്രലല്ല കൊടുക്കുന്നെങ്കിൽ തെന്നും ഒരു ബെൻഡിങ് എഫക്റ്റ് അതിനുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡിങ്? ട്രാൻസ്വേഴ്സ് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, വെർട്ടിക്കൽ അല്ലാതെ എന്തെങ്കിലും വിൻഡോ എർത്തിക്കോ കാരണം ട്രാൻസ്വേഴ്സ് ആയിട്ട് ലോഡ് ചെയ്യുമ്പോഴും ഇതിന്റെ എഫക്റ്റ് മാറി, കംപ്രസീവ് അല്ല, ഇതിന്റെ ബെൻഡിങ് ആക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോഴും ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ഇനി ഒരു മൊമെന്റ് തന്നെ വരികയാണ്, ഇവിടെ ഒരു മൊമെന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തുണ്ടാവും, അവിടെയും ബെൻഡിങ് കേസ് തന്നെയാണ് വരിക. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ഈ 3 കേസിലാണ് ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ടെൻസൈൽ സ്ട്രെസ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസീവ് ഫോഴ്സ് മാത്രമേ വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് ടേംസ് ഡിസൈൻ പ്രൊസീജിയറിലോട്ട് കടക്കുന്നതിന് മുന്നേ, ഡിസൈൻ എന്തായാലും ഈ ക്ലാസ്സിൽ എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലാണ്, കുറച്ച് ടേംസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസുകളും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അതിൽ ഫസ്റ്റ് വരുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. IS 456/2000 ക്ലോസ് 25.1.3 അൺസപ്പോർട്ടഡ് ലെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് റെസ്ട്രെയിൻസ്. ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് റെസ്ട്രെയിൻസ് ആണ് അൺസപ്പോർട്ടഡ് ലെങ്ത്. എന്താണ് എൻഡ് റീസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തടഞ്ഞു വെക്കുന്ന സപ്പോർട്ട് കണ്ടീഷൻ അതാണ് ഉദ്ദേശിച്ചത്. ഫിക്സഡ് അല്ലെങ്കിൽ പിൻഡ്, ഇഞ്ചഡ്, ഇതാണ് എൻഡ് റീസ്ട്രെയിൻസ് അല്ലെ. ഈ എൻഡ് റീസ്ട്രെയിൻസ് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ ഒരു ഫ്ലോർ ടു ഫ്ലോർ ആണെങ്കിൽ മുകളിൽ ഒരു ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഫിക്സഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ബീം വന്ന് കയറുന്നതായിരിക്കും, അതവിടെ ഫിക്സിഡിറ്റി ആണ്. അതിന് താഴോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത്? ക്ലിയർ ഡിസ്റ്റൻസ് ആണ് എന്ത്? അൺസപ്പോർട്ടഡ് ലെങ്ത്. സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ലെങ്ത് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു ഫിക്സഡ് ആണ്, ഇവിടെ ഒരു കോളം ഉണ്ട്, മുകളിലും ഫിക്സഡ് ആണെങ്കിൽ എന്താണ് അത്? ഈ ഒരു ക്ലിയർ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി റീസ്ട്രെയിൻസ് അറിയാമെന്ന് വിചാരിക്കും. റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് മൊമെന്റ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ റീസ്ട്രെയിൻസ് ഉണ്ട്? അവിടെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും മൊമെന്റും റീസ്ട്രെയിൻഡ് ആണ് അല്ലെ. മൊമെന്റും റെസ്ട്രിക്റ്റഡ് ആണ്, നോ മൂവ്മെന്റ്സ്. ഹിഞ്ചഡ് ആണെങ്കിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്സ് ആർ റെസ്ട്രെയിൻസ്. അത്രേ ഉള്ളൂ റെസ്ട്രെയിൻസ് എന്ന് ഉദ്ദേശിച്ചു. ഇനി ഇതിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. എന്താണ് എക്സെപ്ഷൻ? ഇൻ എ ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ, unsupported length is the distance between floor and underside of shallower beam framing into the column. ഒരു ഫ്രെയിംഡ് കൺസ്ട്രക്ഷനിൽ എന്താണ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ഫിഗർ ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് റീസ്ട്രെയിൻസ്. ഇനി ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ്. ഇതിലൊരു കോളം ഉണ്ട്, ബ്ലൂ കാണിച്ചൊരു കോളം. ബോട്ടത്തിലും സ്ലാബ് ആണ് ഉണ്ടാവുക, അതിന് താഴെ ബീംസ് ഉണ്ടാവും. ഈ ഫ്ലോർ ആണ് ഈ ഒരു റെഡ് ലൈൻ എന്ന് വിചാരിക്കുക. അപ്സൈഡിൽ വരുന്ന ഈ കോളത്തിലോട്ട് വരുന്ന രണ്ട് ടൈപ്പ് ബീമുകൾ ഉണ്ട് അല്ലെ. ഒന്ന് ഡെപ്ത് കൂടിയ ഒരു ബീമും പിന്നീട് ഡെപ്ത് കുറഞ്ഞ ഒരു ബീമും അല്ലെ. ഇവിടെ IS 456 പറയുന്ന അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാളോവർ ബീമിന്റെ, ഡെപ്ത് കുറഞ്ഞ ബീമിന്റെ അണ്ടർ സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അൺസപ്പോർട്ടഡ് ലെങ്ത് ഫ്രം ദ ബോട്ടം ഫ്ലോർ. ഇനി ഒന്ന് റീഡ് ചെയ്താൽ മനസ്സിലാവും. ഇൻ എ ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് അണ്ടർ സൈഡ് ഓഫ് ഷാലോവർ ബീംസ് ഫ്രെയിമിംഗ് ഇൻ ടു ദ കോളം. ആ കോളത്തിലോട്ട് ഫ്രെയിം ചെയ്യുന്ന ബീമിലെ ഡെപ്ത് കുറഞ്ഞുള്ള ബീമിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റ് സ്ലാബ്സ്. ഫ്ലാറ്റ് സ്ലാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബീംസ് ഇല്ലാത്ത സ്ലാബ്സ്, കോളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്ലാബ്സ് ആണ് ഫ്ലാറ്റ് സ്ലാബ്സ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സ്ലാബ്സ് സ്ഥിരമായിട്ട് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോറി, നിങ്ങളുടെ എക്സാം അല്ല, കോമ്പറ്റീറ്റീവ് എക്സാമിന് ഫ്ലാറ്റ് സ്ലാബിന്റെ തിക്നെസ്, മിനിമം തിക്നെസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. മിനിമം തിക്നെസ് ഓഫ് എ ഫ്ലാറ്റ് സ്ലാബ് ഈസ് 12.5 സെന്റിമീറ്റർ. ഫ്ലാറ്റ് സ്ലാബിന്റെ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 12.5 സെന്റിമീറ്റർ ആണ്. നോർമൽ സ്ലാബിന്റെ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് മിനിമം തിക്നെസ്. ഓക്കെ, ഫ്ലാറ്റ് സ്ലാബിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഫ്ലാറ്റ് സ്ലാബ് ഡയറക്ട്ലി സപ്പോർട്ടഡ് ഓൺ കോളം. ഈ ഫ്ലാറ്റ് സ്ലാബിന്റെ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന രണ്ട് ഐറ്റങ്ങളാണ് ഡ്രോപ്പ് ആൻഡ് ക്യാപിറ്റൽ. ഡ്രോപ്പ് ആൻഡ് ക്യാപിറ്റൽ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ആ പേര് മാത്രം ഓർത്ത്. ഡ്രോപ്പ് ആൻഡ് ക്യാപിറ്റൽ, ഈ ഒരു എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു ഹോൺ ചെയ്ത പോർഷനിലെ ഇതിനാണ് ഡ്രോപ്പ് ഓർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡ്രോപ്പും ക്യാപിറ്റലും രണ്ടും ഡിഫറെന്റ് ഐറ്റംസ് ആണ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. ഇവിടെ പറയുന്നത് in flat slab it is distance between floor and lower extremity of the capital bar drop. ലോവർ എക്സ്ട്രീമിറ്റി, ലോവർ ആയിട്ടുള്ള എക്സ്ട്രീമിറ്റിയിലോട്ടാണ് അതിന്റെ ഡിസ്റ്റൻസ് പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ IS കോഡിൽ അൺസപ്പോർട്ട് ലെങ്ത്തിന്റെ താഴെ ഒരുപാട് ക്ലോസുകൾ ഇനിയുണ്ട്, സ്ട്രക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്ന 2-3 പോയിന്റ്സ് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് അൺസപ്പോർട്ടഡ് ലെങ്ത്. ഇനി നിങ്ങൾ സിലബസിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ട് ഒരു പോർഷൻസ് ഉണ്ട്, സ്ലെൻഡർനെസ് ലിമിറ്റ്സ് ഓഫ് ഇൻ കോളം. എന്താണ് അതിന്റെ ലിമിറ്റ്? IS കോഡ് ലിമിറ്റ് ചെയ്യുന്ന വാല്യൂസ് എത്രയൊക്കെയാണ്? Unsupported length between end restraints shall not exceed 60 times least lateral dimension of a column.
അൺസപ്പോർട്ടഡ് ലെങ്ത് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ ലാംഡയുടെ വാല്യൂ 16 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. എൻഡ് റീസ്ട്രെയിൻ രണ്ട് എൻഡ് മേ ബി ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആവാം, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആവാം. ഏത് കേസ് ആണെങ്കിലും രണ്ട് എൻഡ് റീസ്ട്രെയിൻസ് തമ്മിലുള്ള അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലേ, അതെന്ന് പറയുന്നത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷന്റെ 60 ടൈംസിനേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലാംഡയുടെ വാല്യൂ 16 കൂടാൻ പാടില്ല. കാരണം ലാംഡയുടെ വാല്യൂ എൽ ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 16 കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് എൻഡ് റീസ്ട്രെയിൻസ് ഉള്ളതാണ്. ഇനി വൺ എൻഡ് അൺറീസ്ട്രെയിൻഡ് ആണ്, അതായത് ഫ്രീ ആണെന്ന് വിചാരിക്കാം. അതിന്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് 100 b²/d കൂടാൻ പാടില്ല എന്നുള്ളതാണ് IS കോഡ് പറയുന്നത്. എന്താണ് ബി, എന്താണ് ഡി എന്ന് പറയുന്നത്? കോളത്തിന്റെ കേസിൽ ക്രോസ് സെക്ഷൻ നോർമലി ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അതിന്റെ ലോഡിംഗ് പാറ്റേൺ ഏത് പ്ലെയിനിലോട്ടാണ് അത് ലോഡ് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ബ്രെഡ്ത്തും ഡെപ്തും നമ്മൾ പറയുന്നത്. ഒരു ബീമിന്റെ കേസിൽ നമുക്ക് ഡെപ്ത് എന്ന് പറയാം, കാരണം ബീം എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആയതുകൊണ്ട് ഈ ഡയറക്ഷൻ തന്നെയാണ് ഡെപ്ത് എന്ന് പറയാം. എന്നാൽ കോളം ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, അതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഏത് പ്ലെയിനിലോട്ടാണ്, കാരണം ഇതിന് രണ്ട് പ്ലെയിൻ ഓഫ് ബെൻഡിങ് ഉണ്ട് അല്ലേ. ഇതിന്റെ ബെൻഡിങ് വരുന്ന കേസിൽ ഇപ്പം ഈ ഒരു കോളത്തിന് ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്യാം. ആ ഒരു എഫക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3D ആയിട്ട് കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. രണ്ട് ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യാം. അപ്പൊ ആ ബെൻഡിങ്ങിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ്, ഏത് പ്ലെയിൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഡെപ്തും ബ്രെഡ്ത്തും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിസൈൻ വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇനി കോളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന IS കോഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, അതിലെ ക്ലോസുകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് ജനറലി കോമ്പറ്റീറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ വാല്യൂകളാണ്. ഇനി ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് മിനിമം പെർസെന്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് 0.8% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ CS എന്ന് ഞാൻ ഷോർട്ട് ആക്കി എഴുതാണ്, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കോളം എന്ന് തന്നെ എഴുതണം, അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ. നമ്മൾ പറഞ്ഞു ഗ്രോസ് ഏരിയ എന്ന് തന്നെ എഴുതണം. ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതായത് ക്രോസ് സെക്ഷന്റെ ഏരിയ, അത്ര ആലോചിച്ചാൽ മതി. ഒരു ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സിന്റെ മിനിമം പെർസെന്റേജ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയന്റെ 0.8% അല്ലേ. 100 m² ആണ്, 100 mm² ആണ് ക്രോസ് സെക്ഷൻ ഏരിയ എങ്കിൽ അതിൽ 0.8 mm² ആണ് മിനിമം. മാക്സിമം പെർസെന്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് 6%. 6% ഓഫ് ദി ക്രോസ് സെക്ഷൻ ഏരിയ. ഇവിടെ 6% എന്ന് പറയുന്നത് അത്യാവശ്യം 6% റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കോളം എന്ന് പറയുന്നത് ചെറിയൊരു മെമ്പർ ആയിരിക്കും, അത്യാവശ്യം റീഇൻഫോഴ്സ്മെന്റ് ആവും. അതുകൊണ്ട് തന്നെ ജനറലി പ്രാക്ടിക്കൽ പർപ്പസസ് 6 വരെയൊന്നും പോവാറില്ല, 4 to 4.5 ഒക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പക്ഷെ IS കോഡ് പറയുന്നത് 6% ആണ്. ഇനി സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മിനിമം ഡയമീറ്റർ ഓഫ് എ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് 12 mm. അങ്ങനെ ഒരു മിനിമം കൊടുക്കേണ്ട മിനിമം ബാറിന്റെ ഡയമീറ്റർ ആണ് 12 mm. ഇവിടെ എന്തുകൊണ്ട് ഒരു മിനിമം ഡയമീറ്റർ സ്പെസിഫൈ ചെയ്തു? കുളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെറും കംപ്രസീവ് ഫോഴ്സ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യില്ല, കോൺക്രീറ്റ് മതി. എന്നിട്ടും ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു മിനിമം ഡയമീറ്റർ എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഡയമീറ്റർ കുറവുള്ള ബാറുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 8 mm 10 mm ആണ് ഇതിന് താഴെയുള്ള ബാറുകൾ. ഡയമീറ്റർ കുറയും തോറും അതിന്റെ ബക്ലിങ്ങിന്റെ ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, അത് ഇങ്ങനെ ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഡയമീറ്റർ കുറയും തോറും അല്ലെ. അതുകൊണ്ടാണ് മിനിമം ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് 12 mm എന്ന് IS കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി മാക്സിമം സ്പേസിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർസ്,
മാക്സിമം സ്പേസിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ നമുക്ക് നോർമൽ കേസിൽ മിനിമം 4 ഉണ്ടാവുക, അല്ലെങ്കിൽ കുറെ ഒരു ഡയറക്ഷൻ തന്നെ 3 ബാർ ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള മാക്സിമം സ്പേസിംഗ് 300 mm പറ്റുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബാർസിന്റെ എണ്ണം കൂട്ടണം. മിനിമം ക്ലിയർ കവർ ടു മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് 40 mm. മിനിമം ക്ലിയർ കവർ ടു മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. മെയിൻ റീഇൻഫോഴ്സ്മെന്റിലോട്ടുള്ള ക്ലിയർ കവർ 40 mm. അപ്പോൾ അതിന് പുറത്ത് വരുന്ന ലിങ്ക്സിന്റെ ക്ലിയർ കവർ അതിലേറെ കുറവായിരിക്കും. ഓക്കെ, ഇനി ഇതും സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഫോർ സർക്കുലർ കോളം ഈസ് 6 ആൻഡ് റെക്ടാങ്കുലർ കോളം ഈസ് 4. മിനിമം നമ്പർ ഓഫ് ബാർസിൽ ഒരു സർക്കുലർ കോളം ആണെങ്കിൽ അതിൽ മിനിമം ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. ഇനി അതൊരു റെക്ടാങ്കുലർ ആണെങ്കിൽ ഇതിൽ 6 എണ്ണം ഉണ്ടാവും കേട്ടോ. റെക്ടാങ്കുലർ ആണെങ്കിൽ 4 കോർണറിലും ഓരോന്ന് മിനിമം വേണം. മിനിമം ആണ് ഏറ്റവും മിനിമം. നോർമൽ കേസിൽ 4 അല്ല ഉണ്ടാവാറ്, 4 കൂടുതൽ. നോർമൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോളത്തിൽ തന്നെ 6 എണ്ണം വരാറുണ്ട് പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, ഇനി മിനിമം എക്സെൻട്രിസിറ്റി. എന്താണ് മിനിമം എക്സെൻട്രിസിറ്റി? നമ്മൾ പറഞ്ഞു എക്സെൻട്രിസിറ്റി എന്താണ്? ലോഡ് സെൻട്രൽ പോയിന്റിൽ നിന്ന് ഒന്ന് മാറി വരും. IS 456 പറയുന്നത് ആക്സിയൽ ലോഡ് കേസ് മാത്രമാണ്, എക്സെൻട്രിക് ലോഡ് അല്ലെങ്കിലും കൂടി എല്ലാ കോളവും ഒരു മിനിമം എക്സെൻട്രിസിറ്റിക്ക് വേണം ഡിസൈൻ ചെയ്യാൻ. അതൊരു സേഫ്റ്റി പർപ്പസിന് മിനിമം എക്സെൻട്രിസിറ്റിക്ക് വേണം ഡിസൈൻ ചെയ്യാൻ. ആ മിനിമം എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. E minimum equals unsupported length by 500 plus B or D by 30. Unsupported length by 500 plus B or D by 30. ഇത് IS 456-2000 ക്ലോസ് 25.4 ഒരു വേർഡിങ്സ് ആയിട്ട് കൊടുത്ത ഒരു പോർഷൻ ആണ്. ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിന് ഇക്വേഷൻ ആയിട്ട് അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ക്ലോസ് 25.4 ഇതിന്റെ സബ്ജക്റ്റഡ് ടു എ മിനിമം ഓഫ് 20 mm. ഇതും കൂടെ അതിന്റെ കൂട്ടത്തിൽ വായിക്കണം. മിനിമം 20 mm എങ്കിലും എക്സെൻട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ഈ മിനിമം ഈസ് ഈക്വൽ ടു അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ 500 പ്ലസ് ബി ഓർ ഡി ബൈ 30 സബ്ജക്റ്റഡ് ടു എ മിനിമം ഓഫ് 20 mm. ഇനി നമ്മൾ ഡിസൈനിലോട്ട് കിടക്കുകയാണ്. ഡിസൈൻ പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല. അതിൽ വരുന്ന ബേസിക് അസംഷൻസ് ആണ് ആദ്യം പറയുന്നത്. എന്താണ് ബേസിക് അസംഷൻസ്? ഇവിടെ നിങ്ങൾ ഫ്ലെക്ചറൽ മെമ്പർ ബീംസ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ബേസിക് അസംഷൻസ് പറയുന്നിരുന്നു. പ്ലെയിൻ സെക്ഷൻ റിമെയിൻ പ്ലെയിൻ, അതുപോലെ തന്നെ ഹോമോജീനിയസ് ഐസോട്രോപിക് തുടങ്ങിയ എല്ലാ അസംഷനും ഇതിലുണ്ട്. അതിന് പുറമെ അതിന് വ്യത്യാസം വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്ലെയിൻ സെക്ഷൻ റിമെയിൻ പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ? അതൊരു അസംഷൻ ആണ്. പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെയല്ല അല്ലെ? ഓരോ ലെയറുകളും ന്യൂട്രൽ ആക്സിസിന് അബോവ് ആൻഡ് ബിലോ ആയിട്ടുള്ള ഓരോ ലെയറുകളും ബെൻഡ് ചെയ്യുന്നതിന് ശേഷം പ്ലെയിൻ ആയിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് ഈ അസംഷൻ പറയുന്നത്. ഇനി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു 0.45 FCK. ഇതും അവിടെ ഉള്ള അസംഷൻ ആണ്. കോൺക്രീറ്റ് സ്ട്രക്ചർ കോൺക്രീറ്റ് ആണ് ഉദ്ദേശിച്ചത്. കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0.45 FCK. ഈ 0.45 എങ്ങനെയാ വന്നത്? 0.45 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? നമ്മൾ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കൺസിഡറേഷനിൽ ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത്തിന്റെ അത്രയും എന്ത് ചെയ്യാറില്ല, കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല. അതായത് നമ്മൾ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് ക്യൂബ് വെച്ചിട്ടാണ് അല്ലെ? ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത് ആണ് ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ക്യൂബിന് 20 കിട്ടുകയാണെങ്കിൽ 20 Nm², അല്ലെ? 20 to 30 ആണെങ്കിൽ 20 അല്ലെ? ആ വാല്യൂ ആണ് ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു വലിയൊരു സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് നമുക്ക് അതിനെ മാത്രം റിലേ ചെയ്തിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല എക്സ്പെരിമെന്റ്സ് പറയുന്നത്, സ്റ്റഡീസ് പറയുന്നത് ക്യൂബിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കിട്ടുന്ന വാല്യൂ, ഈ CTM മെഷീനിൽ കിട്ടുന്ന വാല്യൂവും കുറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്യൂബിന്റെ സ്ട്രെങ്ത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ആക്സെപ്റ്റിൽ എടുക്കാൻ പറ്റില്ല.
അപ്പോ ജനറലി പറയുന്നത് 67% ഓഫ് ദ ക്യൂബ് സ്ട്രെങ്ത് ആണ് കോൺക്രീറ്റിന് ഉണ്ടാവുള്ളൂ എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 0.67 FCK ആണ് നമ്മളെ വാല്യൂ. 0.67 0.67 FCK. എന്താണ് റീസൺ? ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത്തിന്റെ അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അത്രയും ഇൻപുട്ട് നമ്മൾ ഡിസൈനിന് എടുക്കുന്നില്ല. ഈ 0.67 FCK ഡിവൈഡഡ് ബൈ 1.5. എന്താണ് ഈ 1.5? വീണ്ടും നമ്മൾ കുറച്ചു അല്ലേ? എന്താ? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അല്ലേ? നമ്മൾ സേഫ്റ്റി കൺസിഡറേഷന് വേണ്ടിയിട്ട് 0.67 FCK ഡിവൈഡഡ് ബൈ 1.5 ആണ് എന്ത് ഡിവൈഡ് ചെയ്തു. എന്തിനാ അത് വീണ്ടും കുറക്കുന്നത്? ഒരു സേഫ്റ്റി പർപ്പസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോൺക്രീറ്റിന് ഫുൾ ഡിസൈൻ ഫുൾ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തിട്ട് എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാലോ എന്നുള്ള ഒരു പ്രാക്ടിക്കൽ കേസിലാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ 0.67 ബൈ 1.5 എന്നുള്ള വാല്യൂ ആണ് ആക്ച്വലി ഈ 0.45 FCK എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബിന്റെ സ്ട്രെങ്ത്തിന്റെ 67% സ്ട്രെങ്തേ ഉള്ളൂ കോൺക്രീറ്റിന് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൽ നിന്നും 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് 0.45 FCK കിട്ടിയിട്ടുള്ളത്. ഇനി 0.87 FI, ഇത് പോയിന്റ് ഉൾപ്പെടുത്താൻ മറന്നതാണ്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.87 FI. നിങ്ങൾ ഇക്വേഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ 0.87 FI? സ്ലൈഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 0.87 FI. ഈ 0.87 FI എങ്ങനെയാ വന്നിട്ടുള്ളത്? ഇവിടെ ഈൽഡ് സ്ട്രെങ്ത്, നമ്മുടെ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് സ്ട്രെങ്ത് സ്റ്റീൽ ആയതുകൊണ്ട് അത് പ്രാക്ടിക്കൽ കേസിലും അത് അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ സൈസ് വലുതാക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ അത് ലാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പെർസെന്റേജ് റിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 0.87 തന്നെ കിട്ടി. അതിനെ അതിന്റെ 1/1.15 അല്ലെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഉണ്ട് FI ബൈ 1.15 ചെയ്തിട്ടാണ് എന്ത് 0.87 എന്നുള്ള വാല്യൂ കിട്ടിയത്. അപ്പൊ വാല്യൂ അതിനെ കിട്ടിയതെന്ന് പറഞ്ഞത് മാത്രം. അപ്പൊ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് equal to 0.45 FCK and design strength of steel is 0.87 FI. ഇനി മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് നമ്മൾ ഫ്ലക്ചറിന്റെ കേസിൽ എത്രയാ പറഞ്ഞത്? 0.0035. എന്നാൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ. ആക്സിയൽ കംപ്രഷൻ ആണല്ലോ കുളത്തിൽ വരുന്നത്. അതിന്റെ മാക്സിമം സ്ട്രെയിൻ അസ്യൂം ചെയ്തേക്കുന്നത് 0.002. എന്താണ് മാക്സിമം സ്ട്രെയിൻ? സ്ട്രെയിൻ എന്താ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. എന്താണ് ഡെൽറ്റ എൽ ബൈ എൽ? നമ്മളൊരു മെറ്റീരിയലിനെ ലോഡ് ചെയ്യുന്നു. ആ ലോഡ് ചെയ്യുമ്പോൾ അതിന് ഇനീഷ്യൽ ലെങ്ത് എന്ത് ചെയ്യാം? വലിച്ചു നീട്ടുക എന്ന് വിചാരിക്കും. ഒരു സാധനത്തിന് കുറഞ്ഞ ഒരു ലെങ്ത് ഇൻക്രീസ് ആയി, ആ ലെങ്ത് ഡെൽറ്റ എൽ. ആ ഡെൽറ്റ എൽ ബൈ അതിന്റെ ഒറിജിനൽ ലെങ്ത് ആണ് എന്ത്? സ്ട്രെയിൻ. ഈ സ്ട്രെയിനിന്റെ വാല്യൂ മാക്സിമം നമ്മൾ എത്ര വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് 0.002. അതായത് കോളത്തിനെ ആക്സിയൽ ആയിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിൽ ഒരു കോളം എന്ന് വിചാരിക്കാം, ലോഡ് ചെയ്താൽ 0.002 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 mm എന്ത് ചെയ്യാൻ പാടുള്ളൂ? മാക്സിമം അതിന് സ്ട്രെയിൻ വരാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ ഷാൾ ബി 0.002. ഇനി മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ ആൻഡ് ബെൻഡിങ്. ബെൻഡിങ് കൂടെ വരികയാണ്, എക്സെൻട്രിക് ലോഡിങ്ങോ മൊമെന്റോ ട്രാൻസ്വേഴ്സ് ലോഡോ കാരണം ബെൻഡിങ് കേസ് കൂടെ വരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 0.0035 മൈനസ് 0.75 എപ്സിലോൺ സി. എപ്സിലോൺ സി എന്ന് പറയുന്നത് ലീസ്റ്റ് സ്ട്രെയിൻ അറ്റ് ദ എക്സ്ട്രീം ഫൈബർ ആണ്. എക്സ്ട്രീം ഫൈബറിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ സ്ട്രെയിൻ വാല്യൂ ആണ് എപ്സിലോൺ സി. 0.0035 മൈനസ് 0.75 എപ്സിലോൺ സി ആണ് ബെൻഡിങ്ങും കൂടെ വരികയാണെങ്കിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ. ഇനി നമുക്ക് ഡിസൈന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഡിസൈനിൽ വരുന്ന കുറച്ച് ടേംസുകൾ സ്പെസിഫിക്. എന്താണ് ഗ്രോസ് ഏരിയ, ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ, ഏരിയ ഓഫ് കോൺക്രീറ്റ്. ഇത്രയും. ഇത് സിമ്പിൾ ആണ്. ആദ്യം ഈ ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രത്തിൽ വരുന്ന ക്രോസ് സെക്ഷൻ ഏരിയയുടെ ടോട്ടൽ ഏരിയ, അതായത് ഇപ്പോൾ ഇത് ബി, ഇത് ഡി ആണെങ്കിൽ ബി ഇൻറ്റു ഡി ആണ് ഗ്രോസ് ഏരിയ. ഇനി ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ASC, നമ്മൾ ഇതുവരെ പറഞ്ഞ ബീമിലൊക്കെ AST ആയിരുന്നു.
ഇവിടെ കംപ്രസീവ് ഫോഴ്സ് അതുകൊണ്ട് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 2 3 4 5 6 ഇത് 6 ഒരു ബാറാണ് ഏരിയ. ഈ 6 ബാറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഒരെണ്ണത്തിന് ക്രോസ് സെക്ഷൻ ഏരിയ കൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ വാല്യൂ ആണ് ASC എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബ്ലൂ പോർഷൻ കാണുന്ന ഏരിയ മാത്രം, അതായത് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ സ്റ്റീലിന്റെ ഏരിയ കുറച്ച പോർഷൻ ആണ് ഏരിയ ഓഫ് കോൺക്രീറ്റ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ക്രോസ് ഏരിയ is the total area of cross section. Area of steel in compression is the total area of longitudinal reinforcement, and area of concrete is the total area of concrete. It is AC equal to AG minus ASC. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ തിയറി പോർഷൻസിൽ വരുന്നത്. ഇനിയും കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് വരും ക്ലാസ്സുകളിൽ എടുക്കാം. പിന്നെ കോളത്തിന്റെ ഡിസൈനിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഡിസൈൻ പ്രോബ്ലം, കോളത്തിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? നമുക്ക് അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ആണ് എല്ലായിടത്തും പോലെ റീഇൻഫോഴ്സ്മെന്റ് കിട്ടണം. കോളത്തിന്റെ ഡിസൈൻ പ്രോബ്ലം രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്ന്, നോർമൽ കേസിൽ ഒരു കോളം അതിന് എത്ര ലോഡ് എടുക്കണം, ഇതിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി വരും, അല്ലെങ്കിൽ ഇത്ര ലോഡ് അതിന് എടുക്കണം. ഒരു 500 കിലോന്യൂട്ടൺ ലോഡ് താങ്ങാൻ പറ്റുന്ന ഒരു കോളത്തിന് ഡിസൈൻ ചെയ്യാൻ പറയും. അതിന്റെ ഡയമെൻഷൻസ് നോർമലി തന്നിട്ടുണ്ടാവും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഏരിയ ഓഫ് സ്റ്റീൽ മാത്രം, അതിന്റെ സ്റ്റീലിന്റെ നമ്പർ ഓഫ് ബാർസ് അല്ലെ, ഏത് ഡയമീറ്റർ സ്പെസിഫൈ ചെയ്തതിനു ശേഷം നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരാറുള്ളത് ഏരിയ ഓഫ് നമ്പർ ഓഫ് ബാർസും എല്ലാം ഏരിയ ഡീറ്റെയിൽസ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടാവും, ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറയാനുണ്ട്. ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നോർമലി കോളത്തിന്റെ ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിൾ ആണ് കോളത്തിന്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ, കുറച്ചുകൂടി സ്റ്റെപ്പുകളുടെ എണ്ണമൊക്കെ കുറവാണ് കോളത്തിന്റെ, സിമ്പിൾ കോളത്തിന്റെ. ഓക്കെ, ഇത്രയാണ് കോളത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഡിസൈൻ ആയിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗൂഗിൾ ഫോം ലിങ്ക് വരും, അറ്റൻഡൻസ് രജിസ്ട്രേഷന്, അത് രജിസ്റ്റർ ചെയ്യാം. എനിവേ, താങ്ക് യു.